നിർമ്മാണം കഴിഞ്ഞ് 17 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ബലക്ഷയം സംഭവിച്ച സ്കൂൾ കെട്ടിടം പൊളിക്കുകയാണ് അവിടെ. തോലന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശോച്യാവസ്ഥയായ കെട്ടിടമാണ് അവിടെ അധികൃതർ പൊളിച്ചു നീക്കുന്നത്. നിർമ്മാണത്തിലെ ക്രമക്കേടാണ് കെട്ടിടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന പരാതിയുമായി നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്തെത്തി. തോലന്നൂർ സർക്കാർ സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് പിറകിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കെട്ടിടം. ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നു. അതിന് ബലക്ഷയമാണെന്നാണ് പറയുന്നത്. എന്തായാലും പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ 15 വർഷം മാത്രം കാലപ്പഴക്കമേ ഈ കെട്ടിടത്തിനുള്ളൂ എന്നതാണ് അതിൽ അഴിമതിയുടെ പങ്ക് എത്രത്തോളമുണ്ട് എന്നത് തെളിയിക്കുന്നത്. നിരവധി കുട്ടികൾ പഠിക്കുന്ന തോലന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ബ്ലോക്കാണിത്. 2008-2009 വർഷത്തിലാണ് പണി പൂർത്തിയാക്കിയത്. പക്ഷേ വർഷങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ തന്നെ അപാകതകൾ കണ്ടു തുടങ്ങി. ഇനിയും കെട്ടിടം ഇങ്ങനെ നിന്നാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമെന്ന് സ്കൂൾ അധികൃതരും തിരിച്ചറിഞ്ഞു. നിലവിൽ അവിടെ ക്ലാസുകൾ തുടരുന്നത് കുറച്ച് റിസ്കിയാണ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അറിയിപ്പ് റിപ്പോർട്ടായിട്ട് തരികയും ക്ലാസ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയും വേണ്ടതാണെന്നുള്ള രീതിയിലുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള രേഖ മൂലം തന്നെ നമുക്ക് അറിയിപ്പ് കിട്ടുകയുണ്ടായി. 17 വർഷം പൂർത്തിയാകും മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം പൊളിക്കേണ്ടി വരുന്നത് നിർമ്മാണത്തിലെ അപാകത തന്നെയെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും പറയുന്നു. ഈ ബിൽഡിംഗ് 100% അഴിമതിയാണ്. അതിന്റെ കമ്പികളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയും, ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ അറിയും. തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് 72 വർഷമായി. അതിൽ ഏകദേശം ഒരു 800 കുട്ടികളോളം അതിൽ പഠിക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു കേട് പോലും ആ ബിൽഡിങ്ങിനെ പറ്റിയിട്ടില്ല. കെട്ടിടം പൊളിച്ചപ്പോൾ കമ്പികളിലെ അടക്കം ബലക്ഷയം ബോധ്യമായെന്ന PTA ഭാരവാഹികൾ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗാണ് +2 ഹയർ സെക്കൻഡറി. അതിലെ കുട്ടികൾ പോലെ തന്നെ ഇപ്പോൾ അത് മാറാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. കാരണം പറഞ്ഞാൽ അവിടെ ആ സൈഡൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് നോക്കിയിട്ടുണ്ട്, MLA വന്ന് നോക്കിയിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത +2 ബ്ലോക്കും ഇപ്പോൾ തന്നെ അപകടാവസ്ഥയിലാണ്. ഇതോടെ ഇവിടുത്തെ അധ്യയനവും മറ്റു ക്ലാസുകളിലേക്ക് മാറ്റാനാണ് തീരുമാനം. സർക്കാർ ഫണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണം ഇതുപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളെല്ലാം കെട്ടുന്നത് എന്ന ബോധ്യമാണ് വേണ്ടത്. അന്വേഷണം വേണം. അഴിമതി ഉണ്ടെങ്കിൽ ശക്തമായ നടപടിയും. രാജീവ് സുധേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.